അവർ നോമ്പ് തുറക്കാനിരിക്കുന്ന സമയത്ത് അവർക്ക് എല്ലാം മറയും ഞാൻ എടുത്തു നീക്കും. ഞാനും നീയും താങ്കളും തമ്മിൽ സംസാരിച്ച നേരത്ത്, ഞാനും താങ്കളും തമ്മിലുള്ള സംസാരിക്കുന്ന നേരത്ത് നമുക്കിടയിൽ 70,000 മറകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഉമ്മത്ത് മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇദാ സ്വാമത്ത് ഉമ്മത്ത് മുഹമ്മദിൻ, ഈ സമുദായം നോമ്പനുഷ്ഠിച്ചു കഴിഞ്ഞാൽ, റമളാൻ മാസത്തിൽ നോമ്പനുഷ്ഠിച്ചു കഴിഞ്ഞാൽ, അവരുടെ ചുണ്ടുകളൊക്കെ വറ്റി വരളുകയും അവരുടെ മുഖത്തിന്റെ ഒക്കെ കളർ മാറുകയും അവർ വല്ലാത്ത വിളർത്ത വല്ലൊരു പ്രയാസത്തിൽ ഇങ്ങനെ വൈകുന്നേരം ഇങ്ങനെ കാത്തിരിക്കുന്ന നേരത്ത് എല്ലാം അറിയും ഞാൻ എടുത്തു നീക്കും. എന്നിട്ട് ഞാൻ നേരിട്ട് അവരോട് സംസാരിക്കും. അവരുടെ പ്രാർത്ഥന ഞാൻ നേരിട്ട് സ്വീകരിക്കും. മഹാനായ സയ്യിദുനാ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവോട് പറഞ്ഞു, യാ റബ്ബി, എന്റെ രക്ഷിതാവേ, ഹൽ അക്രംത അഹദൻ ബിമിസ്ലി മാ അക്രംതനി ലഖദ് അസ്മഅതനി കലാമക്. അല്ലാഹ്, നീ നിന്റെ സംസാരം എന്നെ കേൾപ്പിച്ചു. അതുപോലെ ലഖദ് അക്രംതനി, നീ എന്നെ വല്ലാതെ ആദരിച്ചു. എന്നെ നീ ആദരിച്ചതുപോലെ ലോക ചരിത്രത്തിൽ ആരെങ്കിലും നീ ആദരിക്കുമോ, ആദരിച്ചിട്ടുണ്ടോ, ആദരിക്കുമോ എന്ന് അല്ലാഹുവോട് ഒരിക്കൽ സയ്യിദുനാ മൂസ ചോദിച്ചു അലൈഹിസ്സലാം. സയ്യിദുനാ മൂസ അലൈഹിസ്സലാം അന്ന കലീമല്ലാഹി മൂസ വറുവിയ അന്ന കലീമല്ലാഹി മൂസ അലൈഹിസ്സലാം ഖാല, ഒരിക്കൽ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, യാ റബ്ബി, എന്റെ രക്ഷിതാവേ, ഹൽ അക്രംത അഹദൻ, നീ ആരെങ്കിലും ബഹുമാനിച്ചിട്ടുണ്ടോ, ബിമിസ്ലി മാ അക്രംതനി ബിഹി, നീ എന്നെ ആദരിച്ചതുപോലെ, ലഖദ് അസ്മഅതനി കലാമക്, അല്ലാഹുവേ, നീ നിന്റെ സംസാരം എന്നെ കേൾപ്പിച്ചില്ലേ, നീ എനിക്ക് വലിയ സ്ഥാനം നൽകിയില്ലേ, നീ എന്നെ അല്ലാഹുവേ, നീ എന്നെ തിരഞ്ഞെടുത്തില്ലേ, ബിരിസാലത്തി വകലാമി അലന്നാസി, ഇന്നി ഇസ്തഫൈതുക അലന്നാസി ബിരിസാലത്തി വബികലാമി, നിന്റെ റിസാലത്ത് കൊണ്ടും നിന്റെ കലാമ് കൊണ്ടും നീ പ്രത്യേകമായ എന്നെ ശുദ്ധീകരിച്ച് തിരഞ്ഞെടുത്തില്ലേ, അല്ലാഹുവേ, നീ എനിക്ക് വല്ലാത്ത സ്ഥാനം നൽകിയില്ലേ. ഹൽ അക്രംത അഹദൻ ബിമിസ്ലി മാ അക്രംതനി, നീ എന്നെ ബഹുമാനിച്ചതുപോലെ ലോകത്താരെങ്കിലും വേറെ ബഹുമാനിച്ചിട്ടുണ്ടോ എന്നൊരിക്കൽ സയ്യിദുനാ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവോട് ചോദിച്ചു. യാ റബ്ബി ഹൽ അക്രംത അഹദൻ ബിമിസ്ലി മാ അക്രംതനി അസ്മഅതനി കലാമക്. അല്ലാഹു തബാറക വ തആല ഈ ചോദ്യം സയ്യിദുനാ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഉന്നയിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സയ്യിദുനാ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു, ഇന്നലി ഇബാദൻ, മൂസ, എനിക്ക് ചില പ്രത്യേക ദാസന്മാരുണ്ട്, പ്രവാചകന്മാരൊന്നുമല്ല, എനിക്ക് ചില പ്രത്യേക പക്ഷേ അനുഗ്രഹങ്ങൾ കൊണ്ട് പ്രവാചകന്മാരുടെ മേലെയാണ് അവര്. പ്രവാചകന്മാർ പോലും ചില ഹദീസുകളിൽ കാണാം, യഗ്ബിതുഹുൽ അംബിയാ, അന്ത്യനാളിൽ ഈ സമുദായം വരുന്നത് കാണുമ്പോൾ അമ്പിയാക്കൾ മറ്റു പ്രവാചകന്മാർ പോലും കൊതിച്ചു പോകുമെന്നാണ്. ലൈസു ബി അംബിയാ, ഈ സമുദായം നാളെ ആ പ്രശോഭിതമായ വർണ്ണാഭമായ അല്ലാഹു പ്രകാശത്തിന്റെ മനോഹരമായ സ്റ്റേജുകൾ കെട്ടിക്കൊടുക്കും. അവർ തന്നെ പ്രകാശം ജനങ്ങൾ ഇങ്ങനെ ഹിസാബിൽ നിൽക്കുമ്പോൾ അവർ വല്ലാത്ത ഒരു ആനന്ദത്തിൽ അഭിരമിച്ചങ്ങനെ സന്തോഷമായി അവരങ്ങനെ പ്രകാശത്തിന്റെ ഇരിപ്പിടങ്ങളിൽ മനോഹരമായ സ്ഥാനങ്ങളിൽ അവരങ്ങനെ ഇരുന്നു കൊണ്ട് അള്ളാഹുവിന്റെ പ്രത്യേകമായ അനുഗ്രഹങ്ങളെ നോക്കി കണ്ടുകൊണ്ടേയിരിക്കും. അവരെ കാണുമ്പോൾ അമ്പിയാക്കൾക്ക് പോലും കൊതി വന്നു പോകും. ഇവർ നബിമാര് പോലുമല്ല, ഇത്രയും വലിയ നേട്ടങ്ങൾ അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല മൂസ നബിയോട് മറുപടി പറഞ്ഞു. എന്താ മറുപടി പറഞ്ഞത്? മൂസ, ഇന്നലി ഇബാദൻ, എനിക്ക് ചില പ്രത്യേക ദാസന്മാരുണ്ട്. ഉഖ്രിജുഹും ഫി ആഖിരി സമാനി, അവരെ ഞാൻ അന്ത്യനാളിലെ പുറപ്പെടുവിക്കുകയുള്ളൂ. അവർ ഇപ്പോഴൊന്നും വരുന്നവരല്ല, അവർ അവസാന കാലത്തെ വരൂ. ഉക്രിമുഹും ബിശഹരി റമളാൻ, അവരെ ഞാൻ റമളാൻ കൊണ്ട് ബഹുമാനിക്കും. വഅന അഖറബു ഇലൈഹിം മിൻക, അവരെ ഞാൻ റമളാൻ കൊണ്ട് ആദരിച്ചു കഴിഞ്ഞാൽ ആ റമളാൻ മാസത്തിൽ അവർ ഓരോരുത്തരും താങ്കൾ എന്നോട് അടുത്തതിനേക്കാൾ എന്നോട് അടുത്തവരായിരിക്കും. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. അന അഖറബു ഇലൈഹിം മിൻക, അന അഖറബു ഇലൈഹിം മിൻക. റമളാൻ മാസത്തിൽ ആ സമുദായം അവരോരോരുത്തരും താങ്കളെക്കാൾ എന്നോട് അടുത്തവരായിരിക്കും. ഞാൻ ഉക്രിമുഹും, അവരെ ഞാൻ ബഹുമാനിക്കും. ബിശഹരി റമളാൻ, റമളാൻ കൊണ്ട് ഈ ഉമ്മത്ത് മുഹമ്മദിനെ ഞാൻ ബഹുമാനിക്കും. ആ ബഹുമാനം താങ്കൾക്ക് പോലുമില്ല. നിങ്ങൾ എന്നോട് ചോദിച്ചത് നിങ്ങളെപ്പോലെ ബഹുമാനിച്ചിട്ടുണ്ടോ എന്നല്ലേ, നിങ്ങൾക്ക് പോലും ആ ബഹുമാനം കിട്ടിയില്ല ഒരിക്കലും. വഅന അഖറബു ഇലൈഹിം
മുഹമ്മദിയ സല്ലല്ലാഹു അലൈഹി വസല്ലം സമുദായത്തോട് ഞാൻ ഏറ്റവും അടുത്തവരായിരിക്കും. മിങ്ക അടുത്തവനായിരിക്കും. മിങ്ക താങ്കൾ എന്നോട് അടുത്തതിനേക്കാൾ കൂടുതൽ അവരോട് ഞാനും അടുക്കും, അവരെന്നോടും അടുക്കും. താങ്കൾ എന്നോട് അടുത്തതിനേക്കാൾ അവരെന്നോട് അടുക്കും. ഞാൻ താങ്കളോട് അടുത്തതിനേക്കാൾ കൂടുതൽ ഞാൻ അവരോടടുക്കും. അത്രയും വലിയ അടുത്ത അവസ്ഥയിലായിരിക്കും റമദാൻ മാസത്തിൽ ഞാനും മുഹമ്മദിയ സമുദായവും സല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ ശ്രദ്ധിക്കണം. പ്രഭാഷണം കേട്ട പോലെ മനസ്സിലാക്കണം എന്താണ് ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കണം. നമ്മളിപ്പോൾ അല്ലാഹുവോട് നിൽക്കുന്ന ഒരു സ്ഥാനം നമ്മൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് ഒരു ബലാഇന്റെ സമയവുമാണ്. ബലാഇന്റെ സമയത്താകുമ്പോൾ അല്ലാഹുവിന്റെ റഹ്മത്ത് വളരെ അടുത്തായിരിക്കും. ഒന്നുകൊണ്ട് തൊട്ടാ കിട്ടും. എന്തുകൊണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും അവന്റെ അടിമയെ പ്രയാസത്തിൽ അങ്ങനെ നിലനിർത്തുക എന്ന അല്ലാഹുവിന്റെ രീതിയല്ല. ഒരു ചെറിയ കാര്യം സംഭവിച്ചാൽ ഇരട്ടിയായി സമ്മാനം കൊടുക്കൽ അല്ലാഹുവിന്റെ പൊതുരീതിയാണ്. ഇപ്പോൾ നമ്മളൊരു പ്രയാസക്കാലത്തുമാണ്. ഈ പ്രയാസക്കാലത്തെ റമളാൻ ഒന്നുകൂടി അടുക്കും. എന്തുകൊണ്ട്? ബലാഇനെ അനുഭവിക്കുന്ന ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ സാന്നിധ്യം അവർക്ക് വളരെ അടുത്തായിരിക്കും. പെട്ടെന്ന് അവർക്ക് അള്ളാഹുവിനെ കിട്ടും. അള്ളാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ. ഒരിക്കലും താങ്കൾ പോലും എന്നോട് അങ്ങനെ അടുത്തിട്ടില്ല. ഞാൻ ഇലൈഹിം അവരിലേക്ക് അടുത്തുകൊണ്ടേ നിൽക്കും. മിങ്ക താങ്കളോട് ഞാൻ അടുത്തതിനേക്കാൾ കൂടുതൽ അവരോടായിരിക്കും ഞാൻ റമളാൻ മാസത്തിൽ അടുക്കുക എന്ന് അല്ലാഹു ജല്ല ജലാലുഹു സുബ്ഹാനഹു. ഫഇന്നി കല്ലംതുക ബൈനി വബൈനക 70,000 ഹിജാബ്. ഞാൻ താങ്കളോട് സംസാരിച്ചിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ താങ്കളുടെയും എന്റെയും ഇടയിൽ 70,000 മറയുണ്ടായിരുന്നു താങ്കളും ഞാനും സംസാരിക്കുന്ന സമയത്ത്. യാ സുബ്ഹാനല്ലാഹ്, ഫഇന്നി കല്ലംതുക, ഞാൻ താങ്കളോട് സംസാരിച്ചിട്ടുണ്ട്. ബൈനി വബൈനക 70,000 ഹിജാബിൻ, താങ്കളുടെയും എന്റെയും ഇടയിൽ 70,000 മറകൾ ഉണ്ടായിരുന്നു. ഫഇദാ സ്വാമത് ഉമ്മത്തു മുഹമ്മദിൻ ശഹ്റ റമളാൻ, റമളാൻ മാസം ഉമ്മത്ത് മുഹമ്മദ് നോമ്പനുഷ്ഠിച്ചാൽ വബിയല്ലത് ശിഫാഹുഹും, അവരുടെ ചുണ്ടുകളെല്ലാം വെളുത്തു പോവുകയും വസ്ഫറത്ത് അൽവാനുഹും, അവരുടെ ശരീരത്തിന്റെ തൊലികളെല്ലാം മുഖവും തൊലികളും ഒക്കെ വിളർത്തു പോവുകയും ചെയ്താൽ അവരുടെ ചുണ്ടൊക്കൊന്ന് വെളുത്തുപോയി, പ്രത്യേകം നനവൊന്നുമില്ല, അതൊക്കെ പറ്റി വരുന്നുണ്ട്. അവരുടെ ശരീരത്തിന്റെ തൊലികളൊക്കെ മുഖവും ഒക്കെ ഒന്ന് വിളർത്ത്, അപ്പോൾ ആ മറകളെല്ലാം ഞാൻ എടുത്തുയർത്തും. വഖ്ത ഇഫ്താരിഹിം, അവർ നോമ്പ് തുറക്കുന്ന നേരത്ത്. സുബ്ഹാനല്ലാഹ്, ഞാൻ കഴിഞ്ഞ ഒരു പ്രഭാഷണത്തിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, വൈകുന്നേരം കൈനീട്ടം മറക്കരുത്. കഴിഞ്ഞ ഒരു പ്രഭാഷണത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, വൈകുന്നേരം ഏത് കാലത്തും വൈകുന്നേരം കൈനീട്ടം മറക്കരുത്. റമളാൻ മാസമാവുമ്പോൾ പറയുകയും വേണ്ട. എല്ലാം അറിയും. മൂസ, ഞാൻ താങ്കളോട് സംസാരിച്ചു. നിങ്ങളോട് ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങളുടെയും എന്റെയും ഇടയിൽ 70,000 മറകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഈ സമുദായം, മുഹമ്മദ് നബിയുടെ സമുദായം സല്ലല്ലാഹു അലൈഹി വസല്ലം, അവർ നോമ്പ് തുറക്കാൻ ആ നേരത്ത് അവർ കാത്തിരിക്കുന്ന നേരത്ത് ഞാനും അവരും തമ്മിലുള്ള എല്ലാ മറയും ഞാൻ എടുത്തു നീക്കും. ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിച്ചു. കല്ലമല്ലാഹു മൂസ തക്ലീമ. അല്ലാഹു ഇന്നി ഇസ്തഫൈതുക ബിരിസാലാത്തി വബികലാമി. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേകമായ റിസാലത്ത് കൊണ്ട്, കലാമുകൊണ്ട് അല്ലാഹു തആല മൂസ നബിയെ തിരഞ്ഞെടുത്തു. പക്ഷേ അല്ലാഹു തആല മൂസ നബിയോട് സംസാരിച്ചു. കല്ലമല്ലാഹു മൂസ തക്ലീമ. എന്നാൽ ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അവരോട് റമളാൻ നോമ്പ് നോറ്റാൽ വല്ലാതെ അടുത്തു. വൈകുന്നേരം അവരുടെ മുഖമൊക്കെ വിളർത്തു, അവരെ നാവൊക്കെ വറ്റി വരണ്ടു, അവരെ ചുണ്ടുകളൊക്കെ വരണ്ടു. ആ നേരത്തെ അവരിങ്ങനെ എല്ലാം മറയും ഞാൻ എടുത്തു നീക്കും. എന്നിട്ട് മറയില്ലാതെ ഞാൻ അവരോട് സംസാരിക്കും. അവർ നോമ്പ് തുറക്കുന്ന നേരത്തെ സകല മറകളും എടുത്തു നീക്കും. ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വീടുകളിലൊക്കെ നോമ്പ് വെക്കുന്ന കുട്ടികളുണ്ട്, അല്ലെങ്കിൽ അവരെ പ്രേരിപ്പിച്ച് കഴിയുന്ന കുട്ടികൾക്ക് നോമ്പ് വെപ്പിക്കണം. അവർക്കാകട്ടെ കൂടുതൽ പറ്റി വരണം. വൈകുന്നേരമൊക്കെ ആകുമ്പോൾ അവർ വല്ലാത്തൊരവസ്ഥയിലായിരിക്കും. ആ കുഞ്ഞുമക്കളെയൊക്കെ കൂട്ടിയിരുത്തുക. കഴിയുന്ന കുട്ടികളെ, കഴിയാത്ത കുട്ടികളെ ബുദ്ധിമുട്ടിക്കരുത്. എന്നിട്ട് എന്ത് ചെയ്യാം? എന്നിട്ട് ബാപ്പയും ആ മക്കളെയൊക്കെ കൂട്ടിയിരുത്തി മക്കളെ ആമയും പറയുന്നു പറഞ്ഞിട്ട് അങ്ങോട്ട് പറയും. അല്ലെങ്കിൽ അവരെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുക. അല്ലെങ്കിൽ നമ്മൾ ദുആ ചെയ്യുക. അവർക്ക് കൃത്യമായി വാക്കുകൾ കിട്ടൂല്ലെങ്കിൽ നമ്മൾ ദുആ ചെയ്യാം. അവരിങ്ങനെ ആമീൻ പറ അവരോട് പ്രേരിപ്പിക്കാം. അവരെങ്ങനെ ആമീൻ പറ. അല്ലാഹ് ആ വീട്ടിലേക്ക് എന്ത് റഹ്മത്തിന് തടസ്സമാണ് ഉണ്ടാവുക സഹോദരങ്ങളെ. എന്തൊരു അത്ഭുത വിളക്കാണ് സഹോദരങ്ങളെ ഇതൊക്കെ. എന്തൊരു സന്ദർഭമാണ് സഹോദരങ്ങളെ ഇതൊക്കെ. എന്തൊരു അവസരമാണ് ഈ മാസത്തിൽ അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ളത് സഹോദരങ്ങളെ. നിങ്ങളതൊന്ന് ചിന്തിച്ചു നോക്ക്.
فإني أرفع تلك الحجب كلها وقت إفطارهم. നോമ്പ് തുറക്കാനിരിക്കുന്ന സമയത്ത് അവർക്ക് എല്ലാം മറയും ഞാൻ എടുത്തു നീക്കും. ഇന്നി കല്ലംതുക ബൈനി വബൈനക 70,000 ഹിജാബ്. ഞാനും നീയും താങ്കളും തമ്മിൽ സംസാരിച്ച നേരത്ത്, ഞാനും താങ്കളും തമ്മിലുള്ള സംസാരിക്കുന്ന നേരത്ത് നമുക്കിടയിൽ 70,000 മറകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഉമ്മത്ത് മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇദാ സ്വാമത്ത് ഉമ്മത്ത് മുഹമ്മദിൻ, ഈ സമുദായം നോമ്പനുഷ്ഠിച്ചു കഴിഞ്ഞാൽ, ഷഹ്ർ റമളാൻ, റമളാൻ മാസത്തിൽ നോമ്പനുഷ്ഠിച്ചു കഴിഞ്ഞാൽ, വബിയൽതല്ലത്ത് ശിഫാഹുഹും വസ്ഫറത്ത് അൽവാനുഹും, അവരുടെ ചുണ്ടുകളൊക്കെ വറ്റി വരളുകയും അവരുടെ മുഖത്തിന്റെ ഒക്കെ കളർ മാറുകയും അവർ വല്ലാത്ത വിളർത്ത വല്ലൊരു പ്രയാസത്തിൽ ഇങ്ങനെ വൈകുന്നേരം ഇങ്ങനെ കാത്തിരിക്കുന്ന നേരത്ത് വഅന അർഫഉ തിൽകൽ ഹുജുബ കുല്ലഹാ, എല്ലാം അറിയും ഞാൻ എടുത്തു നീക്കും. എന്നിട്ട് ഞാൻ നേരിട്ട് അവരോട് സംസാരിക്കും. അവരുടെ പ്രാർത്ഥന ഞാൻ നേരിട്ട് സ്വീകരിക്കും. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. ഞാൻ നേരിട്ട് അവരുടെ പ്രാർത്ഥന സ്വീകരിക്കും. മറയൊന്നുമില്ല, ഒരു മറയുമില്ല. ഞാനും അവരും ഒരു മറയുമില്ല. യാ മൂസ തുബാ ലിമൻ അത്ശ കബിദുഹു വജാഅ ബത്നുഹു ഫീ റമളാൻ ഫഇന്നി ലാ ഉജാസിഹിം ദൂന ലിഖാഇ. യാ മൂസ, മൂസാ തുബാ, സ്വാഗതം സ്വാഗതം, ലിമൻ അത്ശ കബിദുഹു, ഒരാളുടെ ഉള്ളു ദാഹ പരവശമായി, അവന്റെ വയറ് വിശന്ന് പൊരിഞ്ഞു, ഫീ റമളാൻ, റമളാൻ മാസത്തിൽ. അങ്ങനെ എനിക്ക് വേണ്ടി ഒരാൾ നോമ്പനുഷ്ഠിച്ചാൽ ഫഇന്നി ലാ ഉജാസിഹിം ദൂന ലിഖാഇ, എന്റെ സന്തോഷകരമായ അഭിമുഖീകരിക്കലല്ലാത്തൊരു പ്രതിഫലം വേറെയില്ല. ഈ ലോകത്തെ ഏറ്റവും വലിയ നേട്ടം, പരലോകത്തെ ഏറ്റവും വലിയ നേട്ടം അല്ലാഹുവിന്റെ ലിഖാ ആണ്. ഫമൻ കാന യർജു ലിഖാ റബ്ബിഹി ഫൽയഅമൽ അമലൻ സ്വാലിഹാ. അല്ലാഹുവിന്റെ ലിഖാഇനേക്കാൾ വലിയതില്ല. ഇവിടെ നമുക്കത് കാണാൻ കഴിയുന്നു. അള്ളാഹു നമ്മെ കണ്ടുകൊണ്ടിരിക്കുക. ഹിജാബില്ല, നോമ്പ് തുറക്കുന്ന നേരത്തെ ഹിജാബില്ല. സുബ്ഹാനല്ലാഹ്. വീട്ടുകാരെ നാട്ടുകാരെ ഒന്ന് കൈപോക്ക്. ആ നേരത്തും അടുക്കളയിൽ പൊരിയല്ലേ, ആ നേരത്തും അടുക്കളയിൽ പൊരിയല്ലേ. അടുക്കളയിൽ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ പെണ്ണുങ്ങൾ പെട്ടെന്ന് ഉണ്ടാക്കി വെക്കുക. എന്നിട്ട് ആ നേരത്തിൽ 6 മണിയായാൽ എല്ലാവരും ഒരു തളത്തിലിരിക്കുക. താഴെ ഒരു പായ വിരിച്ചിരിക്കാനോ ഒരു പടം വിരിച്ചിരിക്കാനോ കഴിയെങ്കിൽ അങ്ങനെ ഇരിക്കുക. താഴെ ഇരിക്കുമ്പോഴാണ് റസൂലുള്ളാഹിക്ക് ഇഷ്ടം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊന്നാ വിനയാന്വിതമായ സാഹചര്യത്തിൽ ഒന്നുകൂടെ നല്ലതാണ്. എന്നിട്ടോ കുട്ടികളെ എല്ലാവരും കൂടെ ഇരുത്തുക. കൂട്ടത്തിൽ നോമ്പോറ്റ കുട്ടികളുണ്ടെങ്കിൽ വളരെ നല്ലത്. എന്നിട്ട് എന്ത് ചെയ്യാ? എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആ നേരത്ത് അല്ലാഹുവോട് കയ്യങ്ങോട്ട് വെക്കുക. ആ നേരത്ത് അല്ലാഹുവോട് കയ്യങ്ങോട്ട് വെക്കന്നെ. അല്ലാഹുവേ എന്ന് പറഞ്ഞിട്ട് കൈ പൊക്കുക. ആ വീട്ടിലേക്ക് അപ്പോൾ അല്ലാഹു മറയില്ല. ഉമ്മത്ത് മുഹമ്മദിന് മറയില്ലാത്ത സമയമാണ്. മറയില്ലാതെ നേരെ അല്ലാഹു സ്വീകരിക്കുന്ന സമയമാണ്. ഇത് വല്ലാത്തൊരു സമയമാണ്. എന്താ ചോദിക്കേണ്ടത്? മോളെ കെട്ടിച്ചിട്ടില്ലേ? ദുനിയാവിലെയും ആഖിറത്തിലെയും എന്ത് ചോദിക്കാവുന്ന സമയമാണിത്. എന്തും അല്ലാഹുവിനോട് ചോദിക്കാം. എന്തിനും അല്ലാഹു ഉത്തരം നൽകും. ഇത് വല്ലാത്തൊരു സമയമാണ്. അതുകൊണ്ട് അല്ലാഹുവിനോട് ആ സമയം നഷ്ടപ്പെടുത്തി കളയരുത്. ആ സമയം നിസ്സാരവൽക്കരിക്കരുത്. ആ സമയം നഷ്ടപ്പെടുത്തി കളയരുത്. അല്ലാഹുവോട് പറഞ്ഞുകൊണ്ടേയിരിക്കുക. അല്ലാഹ് മാപ്പാക്കണേ,